ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ രവിയേട്ടൻ്റെ കുടുംബത്തെ കുറ്റവും പറഞ്ഞ് ഫോണും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മധുസൂദനൻ. കൾച്ചറില്ലാത്ത ഫാമിലിയിലേക്കാണ് എൻ്റെ മോള് കല്യാണം കഴിഞ്ഞ് പോയിരിക്കുന്നത്, നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ചതെല്ലാം അച്ഛമ്മ അവിടെ നിന്ന് കേൾക്കും. അച്ഛമ്മയുടെ അടുത്ത് അവൻ്റെ കളി. അയാൾ എന്നിട്ട് നിന്നങ്ങ് സംസാരിക്കാൻ തുടങ്ങിയില്ലേ. മുത്തശ്ശി അങ്ങ് ചെന്നിട്ട് വിരൽ കുത്തി അവൻ്റെ പെടലേക്ക് നോക്കി ഒരെണ്ണം കൊടുത്തു. കഴിച്ചുകൊണ്ടിരുന്ന കേക്കും വരച്ച് ഫോണും പിടിച്ച് നാക്കും വെളിയിലേക്കിട്ട് ഇങ്ങനെ അലച്ചുകൊണ്ടിങ്ങനെ നിൽക്കുവാണ് മധുസൂദനൻ. ഈ സമയത്ത് അച്ഛമ്മ അവിടെ നിൽക്ക്, നീ കുറേ നേരമായി നീ തുടങ്ങിയിട്ട്, ഇനി ഇവിടെ നിന്ന് നീ അനങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കണമെന്ന് പറഞ്ഞു കിറുക്കിട്ട് ഒരു കുത്തു വെച്ച് കൊടുത്തിട്ട് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോയി. മധുസൂദനൻ ഫോണും അങ്ങനെ പിടിച്ച് അങ്ങനെ നിൽക്കുക. ആരും അറിഞ്ഞില്ല മധുസൂദനൻ അവിടെ അങ്ങനെ നിൽക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ശ്രീകാന്തും വർഷയും സ്റ്റേജിൽ കയറി നിന്ന് പാട്ട് പാടുന്നതിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറയുന്നു. എൻ്റെ സച്ചേട്ടൻ മികച്ചൊരു ഗായകനാണെന്നൊക്കെ പറഞ്ഞ് സച്ചിയോട് പാട്ട് പാടാനൊക്കെ പറയും കേട്ടോ. അപ്പോൾ സച്ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും, സച്ചിയുടെ വാ എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് വിളിക്കുന്നു. സച്ചി എന്നിട്ട് സ്റ്റേജിൽ കയറുന്നു. അങ്ങനെ അവിടെ പാട്ടൊക്കെ പാടുക. അപ്പോഴത്തേക്കും ശ്രീകാന്തും വർഷയും തൊട്ടരികളിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു. രേവതിയെയും പിടിച്ച് കയറ്റി രേവതിയും അവിടെ നിന്ന് കൈ കൊട്ടുന്നു. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ സച്ചി പാട്ട് പാടുന്നു. എല്ലാവരും ആഘോഷത്തിൽ നല്ല ഇതിലിങ്ങനെ നിൽക്കുക. മധുസൂദനൻ അവിടെ നിന്ന് ഇങ്ങനെ വിറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മുടെ അച്ചമ്മ എല്ലാവരുടെ അടുത്തേക്ക് വന്നു. അച്ചമ്മ ഇങ്ങനെ വന്ന് ഇവരുടെ കൂടെ ആഘോഷത്തിൽ അങ്ങ് കൂടി. നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും അലിഞ്ഞ് നല്ല ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മുടെ വർഷയും ശ്രീകാന്തും നല്ല ഡാൻസും, അതുപോലെ തന്നെ ശ്രുതിക്കും ഭയങ്കര അങ്ങ് ഇഷ്ടമായി. ശ്രുതി നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി എന്നിട്ട് ശ്രുതി ഇങ്ങനെ തുറിച്ചൊക്കെ നോക്കുക. അച്ചമ്മ അന്നേരം എല്ലാവരുടെയും സന്തോഷമൊക്കെ കണ്ട് നിൽക്കുക. എന്നിട്ട് മധുസൂദൻ അപ്പടെ ഇങ്ങനെ വിറഞ്ഞുകൊണ്ട് നിൽക്കുന്നതും അച്ചമ്മ നോക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ നടക്കുന്നു. മഹിമയാണെങ്കിൽ ഭർത്താവിനെ അവിടെ ഇവിടെയൊക്കെ തപ്പുന്നുണ്ട്, എവിടെയും കാണുന്നില്ല. രവിയേട്ടനും ആ പാട്ട് കേട്ട് ഭയങ്കര ഇതിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ആ പരിപാടി നല്ല കളറാക്കിയിട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവിയേട്ടനും ഇങ്ങനെ ഈ ഒരു ഇതിലിങ്ങനെ നന്നായിട്ട് ആഘോഷത്തോടു കൂടി എല്ലാവരുമായിട്ട് കൂട്ടൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു പാട്ട് കൊണ്ട് അവരെല്ലാവരെയും കയ്യിലെടുത്തു, അതായത് സച്ചിയും രേവതിയും. പിന്നെ ആ പാട്ടങ്ങ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈ അടിച്ചു കേട്ടോ. മധുസൂദനൻ അവിടെ തന്നെ ഇങ്ങനെ വിറച്ച് നിൽക്കും. അപ്പോൾ യാദൃശ്ചികമായിട്ടൊരു ചേട്ടൻ അതിൽ അങ്ങ് വന്നു. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോൾ, ചേട്ടാ ഫോണൊക്കെ പിന്നെ ചെയ്യാം, കേക്ക് കഴിക്കുക, അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ അവിടെ നിന്ന് പോയി. ഇയാൾ നിന്ന് വിറയ്ക്കുന്നത് കണ്ടിട്ടും ആ ചേട്ടന് മനസ്സിലായില്ല. അപ്പോൾ സച്ചിയുടെ പാട്ട് കൊള്ളായിരുന്നു തൊട്ട് ഗംഭീരമായിട്ട് പാടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ സച്ചിക്ക് കൈ കൊടുക്കുക. അപ്പോഴത്തേക്ക് അച്ചമ്മ വന്നിട്ട്, മോനെ സച്ചി നീ പാടുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ഇത്രയും നന്നായിട്ട് നീ പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു. നന്നായിട്ട് നീ പാടിയടാ എന്നൊക്കെ പറയാം അച്ചമ്മ. പിന്നെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ഡാൻസും അപാരമായിരുന്നു എന്നും പറഞ്ഞു. അപ്പോഴേക്കും മഹിമ അന്വേഷണം തുടങ്ങി. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അവിടെ നിൽക്കുക. അപ്പോഴത്തേക്കും മോളെ നിൻ്റെ അച്ഛനെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലമ്മേ, ചിലപ്പോൾ ഫുഡ് കഴിക്കാനും മറ്റു പോയിട്ടുണ്ടാകും എന്ന് മഹിമയോട് വർഷ പറയുക. അപ്പോൾ എന്നോട് പറയാതെ പോകുമോ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹിമ അന്വേഷിക്കാനായിട്ടങ്ങ് പോയി. അപ്പോൾ അവനെ ഞാൻ പ്രതിമയാക്കിയിരിക്കല്ലേ, ഞാനത് മറന്നുപോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ നേരെ അങ്ങ് പോകും. അപ്പോൾ അച്ചമ്മ പോകുന്നത് കണ്ട് സച്ചിയും രേവതിയും ഇത് ശ്രദ്ധിച്ചു. അച്ചമ്മ പിന്നാലെ ചില അച്ചമ്മ ഇത് എവിടെ പോകുന്നതാണെന്ന് ചോദിച്ചു. അറിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കാം. നീ വന്നേ എന്നും പറഞ്ഞു എന്നിട്ട് സച്ചി രേവതിയും വിളിച്ചുകൊണ്ട് പോണു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചെല്ലുമ്പോൾ അച്ചമ്മ ഈ മധുസൂദനൻ്റെ അടുത്ത് നിൽക്കുക കേട്ടോ. പ്രതിമയായിട്ട് ഇങ്ങനെ മധുസൂദനൻ അവിടെ നിൽക്കുവാണ്. അപ്പോൾ അച്ചമ്മയും സച്ചി അങ്ങോട്ടേക്ക് ചെന്നു. ഈ കാഴ്ച കണ്ടു. അവനെ വന്ന് ഇങ്ങനെ തുറച്ച് നോക്കി നിൽക്കുക നമ്മുടെ അച്ചമ്മ. അയ്യോ, വർഷയുടെ അച്ഛനല്ലേ അതെന്ന് രേവതി ചോദിച്ചു. അദ്ദേഹം എന്തെങ്കിലും പ്രതിമയെ പോലെ നിൽക്കുന്നേന്ന് ചോദിച്ചു. ആ സമയത്ത് ഇതിലും വലിയ മർമ്മപ്രയോഗമൊക്കെ എനിക്കറിയാം. ഇനിയും നീ എൻ്റെ മോനെയോ കുടുംബത്തെയോ ചെറുതാക്കി സംസാരിച്ചാൽ അന്ന് ഞാൻ പുറത്തെടുക്കും. തൽക്കാലം നിന്നെ ഞാൻ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞ് പോയി വല്ലതും കഴിക്കാൻ പറഞ്ഞു അച്ചമ്മ. എന്നിട്ട് പിന്നെ ആ വിരൽ തന്നെ കുത്തി, ആ കുത്തിയോട് തന്നെ കുത്തിയിട്ട് ഒരൊറ്റ തിരിക്കലും അങ്ങ് തിരിച്ചു. അയാൾക്ക് അയാളുടെ ബോധവും തിരിച്ചു കിട്ടി. അയാൾ എന്നിട്ട് ഒന്നും അല്ലാത്ത പോലെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ. അയാൾ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പം രേവതി സച്ചി അന്തം വിട്ടിങ്ങനെ നോക്കി. ഇത് എന്നതാ ഇപ്പോൾ ഇവിടെ നടന്നേ, ഒന്നും മനസ്സിലായില്ല അവർക്ക്. അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് അച്ചമ്മയുടെ അടുത്തേക്ക് ചെന്നു. അച്ചമ്മേ, എന്താ ഇപ്പം കാണിച്ചേ, എന്നെ ഇവിടെ നടന്നേ? അതാണ് ചൂണ്ടാണിപ്രയോഗം. ചൂണ്ടാണിപ്രയോഗമോ അതെന്നതാന്ന് ചോദിച്ചു ഇവർ രണ്ടുപേരും. നീ ഇവിടെ ഇല്ലാഞ്ഞത് നന്നായി, ഉണ്ടായിരുന്നെങ്കിലേ നീ തന്നെ നേരത്തെ അവന് 2 എണ്ണം കൊടുത്തേനെ എന്നുള്ള കാര്യം അച്ചമ്മ സച്ചിയോട് പറയുക. വന്നപ്പം മുതൽ തുടങ്ങിയതാ നമ്മളെയും കുടുംബത്തെയും കുത്തി സംസാരിക്കാനും കൊച്ചാക്കാനും. കുറച്ച് മുൻപായി ഈ 1 എണ്ണം കൊടുത്തിട്ട് ഞാൻ അവനെ പ്രതിമ പോലെ നിർത്തിയതെന്നുള്ള കാര്യം പറയാം അച്ചമ്മ. എൻ്റെ ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി. പിന്നെ ആ വർഷയെ ഓർത്താ ഞാൻ പഴയപടി ആക്കിയതെന്ന കാര്യം അച്ചമ്മ പറയുമ്പോൾ, അല്ല ഇങ്ങനൊരു വിദ്യ അച്ചമ്മയ്ക്ക് അറിയാവുന്ന എന്നോട് അച്ചമ്മ പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു.
അല്ല അച്ഛമ്മേ, ഈ വിദ്യ എന്നെയും കൂടി ഒന്ന് പഠിപ്പിക്കാവോ എന്ന് സച്ചി ചോദിക്കുമ്പം ഇല്ല, നിന്നെ പഠിപ്പിക്കില്ല, പക്ഷേ വേറൊരാളെ ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അതേരെ പഠിപ്പിക്കുന്നേ? അത് എൻ്റെ രേവതി മോളെ. അപ്പോൾ രേവതിക്ക് സന്തോഷേ. അത് പഠിപ്പിക്കണോ അച്ഛമ്മേ? ചിലപ്പോഴേ ചില സമയത്ത് എനിക്കിത് ആവശ്യം വരും എന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പം എന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ ചിരിക്കുന്നു. അപ്പം ഇങ്ങനെയല്ലേ അച്ഛമ്മ പിടിക്കുന്നതെന്ന് ചോദിച്ച് നിൽക്കുന്നു. ഏതായാലും വിവാഹ വാർഷികം കൊണ്ട് രേവതി കിട്ടിയ ഗുണമാണ് ചൂണ്ടാണി പ്രയോഗം എന്ന് നമ്മുടെ സച്ചി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ അതെ, അങ്ങനെ സച്ചിയും അച്ചമ്മയും രേവതിയും കൂടി ഭയങ്കര സന്തോഷത്തോടെ ചിരിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേവു ഫോണിൽ സംസാരിക്കുക. അയ്യോ ഹോസ്പിറ്റലിലേക്ക് വരണ്ട, അതെ ഉച്ചയ്ക്ക് ശേഷം പാർക്കിൽ വന്നാൽ മതി, ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് അങ്ങോട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ ദേവു പറഞ്ഞു. പിന്നെ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ചേച്ചിക്ക് പൂവിൽപ്പനയാണ് ജോലിയെന്ന്. ചേച്ചിയുടെ ഭർത്താവ് കാർ ഡ്രൈവറാണ്. മിക്ക സമയവും അവർ പുറത്ത് കാണും. അവർ നമ്മളെ കണ്ടാൽ ആകെ പ്രശ്നമാകും, ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ദേവ് പറയുക. ശരി എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നു. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ജോലിയിൽ ഇത്ര സ്ട്രിക്റ്റ് ആവരുത് കേട്ടോ എന്ന് ദേവു. കൂടുതൽ സത്യസന്ധനായാലേ പണി കിട്ടും കേട്ടോ എന്നും ദേവു പറയാം. ആൾക്കാരെ വെറുപ്പിക്കല്ലേ എന്നും പറയുന്നു. അപ്പോൾ ദേവൂട്ടി എന്നും പറഞ്ഞ് അമ്മ അങ്ങോട്ടേക്ക് വന്നു. ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പം ഞാൻ വരാം അമ്മയെന്ന് പറഞ്ഞു. അതെ അമ്മയാ, ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമേ എന്നും പറഞ്ഞുകൊണ്ട് ദേവു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ ഫോണും കട്ട് ചെയ്ത് നമ്മുടെ ദേവു അമ്മയുടെ അടുത്തേക്ക് ചെല്ലണം. അതുപോലെ ശരത്തും ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ഇവർ 3 പേരും കൂടി ഇരിക്കുക. അപ്പോൾ ആരാ ചേച്ചി വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടാണെന്ന് ദേവു പറയുന്നു. അവൾ കുറച്ച് ദിവസം ലീവാണ്, അപ്പോൾ ഇനി അവളുടെ ജോലി കൂടി ഞാൻ ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് ദേവു അന്നേരം ഇവരോട് പറഞ്ഞു. അപ്പോൾ എന്താ രണ്ടുപേരും വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് പോകാതെ അവർ ക്ഷണിച്ചിരുന്നില്ലേന്ന് ചോദിക്കുമ്പം ക്ഷണിച്ചിരുന്നു, പോകാനൊക്കെ ഇറങ്ങിയതാ, ചേച്ചി വിളിച്ചിട്ട് വരണ്ടാന്ന് പറഞ്ഞു. നിങ്ങളവിടെ ചെന്നാലേ ചേച്ചിയുടെ അമ്മായിയും അതും ഇതും പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുമെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാവുന്ന ശരത്ത് പറയുക, അതുകൊണ്ടായിരിക്കും വരണ്ടാന്ന് പറഞ്ഞതെന്ന കാര്യം പറയുമ്പോൾ അതെന്തായാലും നന്നായി, അതുകൊണ്ട് അമ്മയ്ക്ക് കരയേണ്ടി വന്നില്ലല്ലോ, സുഖമായിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങാവല്ലോ എന്ന് മകൻ. അത് കേട്ടപ്പം ശ്രീകാന്തും വർഷയും നല്ലവരാ, സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് രേവതി ചേച്ചിയെ കാണുന്നതും. നമ്മളോട് നല്ല സ്നേഹ. അവരുടെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയുമ്പോൾ, കല്യാണത്തിന് മുൻപേ നീ അവരുടെ ഹംസമായിരുന്നില്ലേ, ഹംസം, അതുകൊണ്ടാ നിന്നോട് ഇത്രയും സ്നേഹം എന്നൊക്കെ പറഞ്ഞപ്പം നീ ഒന്ന് പോടാ, ഞാനേ അവർക്ക് ചെറിയൊരു സഹായം ചെയ്തു കൊടുത്തിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് ദേവു ഇങ്ങനെ പറയണു. അങ്ങനെ ഫുഡും കഴിച്ചുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്നു. അന്ന് എന്തൊക്കെയാണ് നടന്നത്, എന്തു പറഞ്ഞാലും അവർ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ ഇരുന്ന് പറയുന്നു. അപ്പോൾ അവർ ചെയ്തതിൽ തെറ്റൊന്നുമില്ല, അവരിപ്പോഴും നല്ല സന്തോഷത്തോടെയാണല്ലോ കഴിയുന്നതെന്ന് ദേവു പറഞ്ഞു. അങ്ങനെ വല്ല പ്ലാനും നിൻ്റെ മനസ്സിലുണ്ടോ, അതുകൊണ്ടാണോ അതിനെ സപ്പോർട്ട് ചെയ്ത് നീ സംസാരിക്കുന്നതെന്ന് ശരത്ത് ചോദിക്കുമ്പം, ശരത്തെ എൻ്റെ മോളെ എനിക്കറിയാം, ഇവളായിട്ട് ആരെയും കണ്ടെത്താനൊന്നും പോകുന്നില്ലെന്നും ഇവളുടെ അമ്മയും ചേച്ചിയും കണ്ടെത്തുന്ന ചെറുക്കനെ മാത്രമേ ഇവള് കെട്ടുള്ളൂ എന്നും പറയും അമ്മ. അല്ലാതെ വീട്ടുകാരറിയാതെ ഒളിച്ചോടിപ്പോയി കല്യാണമൊന്നും അവൾ കഴിക്കില്ല എന്ന് പറയും. ഇവളുടെ അമ്മയും ചേച്ചിയും സങ്കടപ്പെടുത്തുന്നതൊന്നും ഇവൾ ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്നും ഇനി ചെയ്യുകയില്ല എന്ന കാര്യം പറയാം, അല്ല മോളെ എന്ന് ചോദിക്കുമ്പം എന്ന് പറഞ്ഞുകൊണ്ട് ദേവു ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ശരത്തിന് എന്തോ സംശയം തോന്നി. ശരത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കും. അപ്പം നീ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അമ്മ. ദേവു ആണെങ്കിൽ വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രമതി അവിടെ ഇരുന്ന് കാല് ഞെക്കിക്കൊണ്ടിരിക്കുക ഭയങ്കര വേദനയായിട്ട്. അപ്പോൾ അച്ഛമ്മ തൊട്ടരികിൽ ഇരിപ്പുണ്ട്. എന്താ ചന്ദ്ര എന്ന് ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ വന്നു. കാലിന് വൈകി കുറച്ച് തൈലം എന്തെങ്കിലും ഇട്ട് നീ ഒന്ന് പെരട്ടെ, അപ്പോൾ ആ വേന അങ്ങ് പോവില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് തൈലത്തിലൊന്നും നിൽക്കത്തില്ല. ഓ എന്തായിരുന്നു ഇതുപോലൊരു ഡാൻസ്, ഞാനിതുവരെ കണ്ടിട്ടില്ല എന്ന് നമ്മുടെ അച്ഛമ്മ. അമ്മ എന്നെ പുകഴ്ത്തിയതാണോ അതാക്കിയതാണോ എന്ന് ചന്ദ്ര അമ്മയോട് ചോദിക്കുമ്പം, എൻ്റെ പൊന്ന് ചന്ദ്രേ, ഈ പ്രായത്തിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുകഴ്ത്താനല്ലേ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് അച്ഛമ്മ ചോദിക്കുക. അപ്പോഴത്തേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു. അമ്മ ഇതാ കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞുകൊണ്ടത് കൊടുക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് വർഷം ഇറങ്ങി വന്നു. അച്ഛാ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. നന്നായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു അച്ഛാ എന്ന് പറഞ്ഞിരിക്കുമ്പം അങ്ങനെ 3 മക്കളുടെയും വിവാഹ വാർഷികം വളരെ ഭംഗിയായിട്ട് നടന്നു. എല്ലാവരും ഇങ്ങനെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ എന്ന് അച്ഛൻ ഇങ്ങനെ എല്ലാവരോടും പറയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുവാണേ. സച്ചി അങ്ങോട്ടേക്ക് വന്ന് ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്കും ശ്രുതിയും വന്നു. നേരത്തെ തീരേണ്ട ഫംഗ്ഷൻ ആയിരുന്നു, വർഷ കാരണം എത്ര ലേറ്റ് ആയതെന്ന് ശ്രുതി പറയുമ്പോൾ, വർഷ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്ന് വർഷ ഇവരോട് ചോദിക്കുക. അതൊന്നും ഇവർക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല, ബോധിക്കുന്നില്ല. ചന്ദ്രേ
കാല് വേദനിക്കുന്നല്ലേ പറയുന്നത്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അച്ഛമ്മ. അതെ അതെ, നല്ല ക്ഷീണമുണ്ട്, പോയി കിടന്ന് എല്ലാവരും ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു രവിയേട്ടൻ. അപ്പോൾ ഒരു മിനിറ്റ് അങ്കിളെ എന്ന് നമ്മുടെ വർഷ പറഞ്ഞു. എന്നിട്ട് വർഷ നേരെ സച്ചിയുടെയും രവിയുടെ അടുത്തേക്ക് എന്നിട്ട് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം, ഇത് വാങ്ങാൻ പറഞ്ഞു. ഇതെന്താ ഇതെന്ന് ചോദിച്ചു. ഞങ്ങളുടെ വക ചെറിയൊരു ഗിഫ്റ്റാണെന്ന് വർഷ പറയുമ്പോൾ, ഗിഫ്റ്റോ? എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ശ്രുതിയും ഗിഫ്റ്റോ എന്നും പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തരുന്നതെന്ന് രേവതി ചോദിക്കുമ്പം, ഇന്ന് ആനിവേഴ്സറി ഫംഗ്ഷൻ നന്നായിട്ട് നടക്കാൻ കാരണം നിങ്ങളല്ലേ എന്ന് ചോദിച്ചു. അല്ല ഇവരോ? രേവതിയാണല്ലോ ഡെക്കറേഷനൊക്കെ ചെയ്തത്, ഞാൻ സഹായിക്കുകയും ചെയ്തല്ലോ, അതാ പറഞ്ഞതെന്ന് സച്ചി ചാടിക്കയറി പറഞ്ഞു. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച വർഷം അതങ്ങനെ കൊടുക്കും. അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അത് വാങ്ങിച്ചു. ഇവരിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ തുറന്നു നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി പതുക്കെ അത് തുറന്നു നോക്കുക, ആ ഒരു കവറ്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കട്ടെ ഇതെന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ രേവതി ആ കവറ് തുറന്നു, അതിൽ നിന്ന് ആ ഗിഫ്റ്റ് അങ്ങോട്ടേക്ക് എടുക്കുമ്പം അതൊരു ഫോണ്. അപ്പോൾ ഫോൺ കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര സന്തോഷം. അയ്യോ ഫോണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക. എന്ന് പറഞ്ഞ് ചന്ദ്ര, അപ്പോൾ എന്തിനാ വർഷം ഞങ്ങൾക്ക് ഈ കൂടിയ ഫോണൊക്കെ? ഞങ്ങൾക്ക് ഫോണുണ്ടല്ലോ എന്ന് രേവതി പറഞ്ഞപ്പം, ഇത് പുതിയ മോഡലാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാമെന്ന് വർഷം ഇങ്ങനെ പറയുന്നു. അത് കേട്ടപ്പോൾ ഇവർ അന്തം വിട്ട് നോക്കുക കേട്ടോ. ശ്രുതിയും ചന്ദ്രയും കണ്ണും മിഴിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നു. ചേച്ചി പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയതല്ലേ, അപ്പോൾ ചേച്ചിക്ക് ഇത് ഉപകരിക്കുമെന്ന് വർഷം നേരത്തേക്കും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവള് കൈകൊണ്ടല്ലേ പൂ കിട്ടുന്നത്, എത്ര മുഴം വേണമെന്നൊക്കെ അവൾ കൈകൊണ്ട് അളന്നു കൊടുക്കുന്നു, അതിനെന്തിനാ ഈ ഫോണ് എന്ന് ചന്ദ്രമതി അന്നേരം ചാടി കയറി ചോദിച്ചു. പറഞ്ഞിരിക്കുക അന്നേരം ഇവൾക്ക് വില കൂടിയ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതുകൊണ്ട് അവൾ എന്നാ ചെയ്യാനാണെന്ന് ചന്ദ്രമതി ചോദിക്കുവാണ്. അപ്പോൾ അവളെ ജോലി ചെയ്യുന്നുണ്ട്, പിന്നെ നീ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചന്ദ്രയോട് അന്നേരത്തേക്ക് അച്ഛമ്മ ചാടിക്കയറി ചോദിച്ചു. അപ്പോൾ വർഷ വന്നിട്ട്, ആൻറ്റി ഒരാളുടെ മനസ്സറിഞ്ഞാൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്, രേവതി ചേച്ചിയുടെ നല്ല മനസ്സിനെ ഡയമണ്ട് വാങ്ങിക്കൊടുത്താൽ പോലും അത് കൂടുതലാവില്ല എന്ന് വർഷ പറയുന്നു. പിന്നെ ഡയമണ്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ചന്ദ്ര ആ സമയത്ത്. ശ്രുതി നീ കണ്ടല്ലോ, ദേ അവൾക്ക് സ്മാർട്ട് ഫോൺ കൊടുത്തു, നമുക്കൊരു സോപ്പോട്ടി പോലും ഇല്ല എന്ന് ശ്രുതി. എന്ത് ചെയ്യാനാ, അവരെ പോലെ നല്ലവരായിട്ട് അഭിനയിക്കാൻ നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ലല്ലോ എന്ന് നമ്മുടെ ശ്രുതി പറയുമ്പോൾ, അത് കറക്റ്റ് എന്ന് ശ്രുതി. എന്താ രണ്ടുപേരും കൂടെ കുശുകുശുക്കുന്നതെന്ന് ചോദിച്ചു അച്ഛമ്മ. ഒന്നുമില്ല അച്ഛമ്മ, ഇത് നല്ലൊരു ഫോണാണെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. നീ അങ്ങനെയൊക്കെ പറയുമെന്ന് അച്ഛമ്മ. അപ്പോൾ വാ ശ്രുതി നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും വായിക്കോട്ടൊക്കെ വിട്ടെന്നിട്ട് അവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് മുങ്ങി. അപ്പോൾ അവരുടെ പോകേണ്ട ഉദ്ദേശം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അച്ഛൻ വരുന്ന തലയാട്ടുക. അപ്പോൾ ഗുഡ് നൈറ്റ്, ചേച്ചിക്ക് തന്നെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ നാളെ പറഞ്ഞുതരാം കേട്ടോ. സച്ചേട്ടാ ഗുഡ് നൈറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞങ്ങ് പോയി. ആ സമയത്ത് സച്ചിയും രേവതിയും കൂടെ പോകുമ്പോൾ നോക്കി സച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇത് പറഞ്ഞുകൊണ്ട് പോവാം. ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രയുടെ ഉറക്കം മൊത്തം പോയി. വർഷം കൊടുത്ത ഗിഫ്റ്റ് കണ്ടിട്ടെ രവിയേട്ടൻ എന്താ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, വാ നമുക്ക് പോയി കിടക്കാവെന്ന് പറഞ്ഞു രവിയേട്ടൻ. ചന്ദ്ര അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ രേവതിക്ക് വില കൂടിയ സമ്മാനം കിട്ടിയില്ലേ, കിടന്നിട്ട് കാര്യമൊന്നുമില്ലെന്നേ, ചന്ദ്രയ്ക്കൊന്നും ഉറക്കം വരത്തേ ഇല്ലല്ലോ എന്ന് നമ്മുടെ അച്ഛമ്മ പറയുക. എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ അതിനും കുശുമ്പൂത്തിക്കൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. വർഷയുടെ അടുത്തേക്ക് ശ്രീകാന്ത് എന്നിട്ട്, ഞാൻ ഇന്ന് ടെൻഷൻ അടിച്ച് മരിച്ചേനെ, വെഡിങ് ആനിവേഴ്സറിയുടെ എൻ്റെ ഡെത്ത് ഡേ ആയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സോറി പറഞ്ഞില്ലേ ശ്രീകാന്ത്, അത് വിടാൻ പറഞ്ഞു വർഷ. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. സത്യം പറയാലോ, ദിവസം കഴിയുന്തോറും നിൻ്റെ സ്വഭാവം വളരെ മോശമായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം എൻ്റെ സ്വഭാവത്തിനായോ കുറ്റം, ശ്രീകാന്ത് ആ പെണ്ണിനെ എടുത്തോണ്ടായതല്ലേ മൊത്തം കുഴപ്പമായതെന്ന് ചോദിക്കുമ്പം, അപ്പം നീ ഇപ്പോഴും എന്നെ ശരിക്കും മനസ്സിലായിട്ട് ആക്കിയിട്ടില്ല അല്ലേ, എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് നീ കരുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ആ നിമിഷം എനിക്കെന്തോ അങ്ങനെ തന്നെ അങ്ങ് തോന്നിപ്പോയി. അതിപ്പോൾ ഏത് പെണ്ണായാലും തോന്നുക തന്നെ ചെയ്യുമെന്ന് വർഷ പറയുക. ശ്രീകാന്ത് ഗുസ്തിക്ക് നിൽക്കാതെ കിടക്കാൻ നോക്കിക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ചാടിക്കയറി അങ്ങ് കിടന്നു. ശ്രീകാന്ത് തൊട്ടരിയിൽ ഇങ്ങനെ ലാപ്ടോപ്പും പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ലാപ്ടോപ്പ് ഓഫ് ചെയ്യിച്ചിട്ട് വർഷ കിടക്കാൻ നോക്കുന്നു. ഞാനിതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ കണ്ടോണ്ടിരുന്നാലേ ബോറടിക്കും ശ്രീകാന്തേ, അപ്പം നീ കാണണ്ടാന്നേ, എനിക്ക് ഒരു ബോറടിയും ഇല്ല, എനിക്കിതിഷ്ടമാണ്, ഞാനിത് ഫുള്ളിരുന്ന് നോക്കാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ പിന്നെ ഉന്തും പിടിയും ഒക്കെ ആയി. അപ്പോഴത്തേക്കും വർഷം നിനക്ക് ഇഷ്ടപ്പെടാത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട് കൂടാന്നുണ്ടോ എന്ന് ചോദിച്ചു വർഷ. നമ്മുടെ രണ്ടുപേരുടെയും ടേസ്റ്റ് വേറെയാണെന്ന് ശ്രീകാന്ത് പറയാം. നിനക്ക് ഇഷ്ടപ്പെട്ട സിനിമ വേണമെങ്കിൽ നീ നിൻ്റെ ലാപ്ടോപ്പിൽ കണ്ടോളാം പറഞ്ഞു. പറഞ്ഞിരിക്കുക. ഈ സിനിമയിൽ വെറും ഫൈറ്റ് മാത്രമല്ല, ഒരു സ്റ്റോറി ഒന്നും ഇല്ല, പിന്നെ എങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടെ എന്ന് ചോദിക്കുമ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു അത്ര തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് വർഷയോട് പറയണം. ഇത് നീ ശരിക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നതാണോ അതോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നീ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതാണോ എന്ന് വർഷ ചോദിക്കാം. നീ പറ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞത് തന്നെയാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു. ഈ മസാലയുള്ള പഴങ്ങളാണ് എനിക്കിഷ്ടം, നീ കാണണ്ടെന്ന് പറയുമ്പം ഓഹോ ആഹാ നീ വലിയ ഷെഫാണല്ലോ, അത് ആ സിനിമയിൽ മസാല വേണമെന്ന് നിനക്ക് നിർബന്ധം, അങ്ങനെ ഇപ്പോൾ നീ സിനിമ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചും വലിച്ചും രണ്ടുപേരും കൂടെ പൂക്കുറ്റി അവിടെ കിടന്നു. അങ്ങനെ അടിച്ചടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും മടുത്തു. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ അവിടെ നിന്നപ്പം
ഇന്നിപ്പോൾ അടികൂടി നന്നായല്ലേ എന്ന് ശ്രീകാന്ത്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ വെഡിങ് ആനിവേഴ്സറിയുടെ അടി കൂടിയില്ലെങ്കിൽ നമ്മൾ എന്തോന്ന് ഭാര്യയും ഭർത്താവും അല്ലേ എന്ന് ചോദിക്കുക. ശ്രീകാന്ത് വർഷയോട് അത് ശരിയാണെന്ന് വർഷ. അപ്പോൾ എങ്ങനെ നമുക്ക് കിടന്നാലോ എന്ന് ചോദിച്ചു. അപ്പോൾ കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.